ക്ഷേത്രങ്ങളിലെ ആന എഴുന്നള്ളിപ്പ് പരിമിതപ്പെടുത്തണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഒഴിവാക്കാൻ കഴിയാത്ത ഉത്സവങ്ങളിൽ മാത്രം ആനയെ ഉപയോഗിക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും തന്ത്രിമാരും ചേർന്ന് നടത്തിയ യോഗത്തിൽ നിർദ്ദേശമുയർന്നു. അതേസമയം ക്ഷേത്രങ്ങളിലെ ആന എഴുന്നള്ളിപ്പുകൾ ഏകപക്ഷീയമായി നിർത്താൻ പാടില്ലെന്ന് തന്ത്രി സമാജം നിലപാട് വ്യക്തമാക്കി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അജീഷ് ജയകുമാറാണ് ചേരുന്നത്. അജീഷ്, ഈ വിഷയത്തിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ടല്ലോ, വിവരങ്ങൾ. ക്രിസ്റ്റീന പറഞ്ഞത് ശരിയാണ്, രണ്ട് അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ ഈ തന്ത്രി സമാജം പറഞ്ഞ് അവരുടെ നിർദ്ദേശങ്ങൾ കൂടി അംഗീകരിച്ചുകൊണ്ടാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ആ തീരുമാനമാണ് ഈ ക്ഷേത്രങ്ങളിൽ ആന എഴുന്നള്ളിപ്പ് പരിമിതപ്പെടുത്തണം എന്നൊരു നിർദ്ദേശത്തിലേക്ക്, ഒരു നിലപാടിലേക്ക് ദേവസ്വം ബോർഡ് എത്തിച്ചത്. ഒരു ആന വേണ്ട സ്ഥലത്ത് 9 ആനയെ വരെ എഴുന്നള്ളിപ്പിക്കുന്ന സ്ഥിതി വരെ ഉണ്ടെന്നടക്കമുള്ള ചർച്ചകൾ ഇന്ന് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ചേർന്ന യോഗത്തിലുണ്ടായിരുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും ഒപ്പം തന്ത്രി സമാജത്തിലെ പ്രതിനിധികളുമായിരുന്നു ഈ ചർച്ചയിൽ പങ്കെടുത്തത്. ഈ ക്ഷേത്രങ്ങളിൽ ആന എഴുന്നള്ളിപ്പ് സമയത്ത് ഉണ്ടാകുന്ന അപകടങ്ങൾ ഇത് കുറയ്ക്കാൻ വേണ്ട നടപടികൾ എന്തൊക്കെ എടുക്കണം, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഇന്നത്തെ യോഗം ചേർന്നത്. അതിലെ തീരുമാനങ്ങളാണ് പുറത്തു വന്നത്. അതായത് ഈ ഒഴിവാക്കാൻ കഴിയാത്ത ഉത്സവങ്ങളിൽ മാത്രം ആനയെ ഒഴിവാക്കണം. അതായത് ആചാരപരമായിട്ടുള്ള ആന എഴുന്നള്ളിപ്പ് ആണെങ്കിൽ മാത്രം അത്തരം ക്ഷേത്രങ്ങളിൽ ഇത് അനുവദിക്കുക. അല്ലാത്തവ ചില ക്ഷേത്രങ്ങളിലൊക്കെ, അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ തന്നെ ചില ക്ഷേത്രങ്ങളിൽ 15 വർഷത്തിന് ഉള്ളിൽ മാത്രം ചില ആന എഴുന്നള്ളിപ്പ് ചടങ്ങുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇത്തരം ക്ഷേത്രങ്ങളിലൊക്കെ ഇതൊക്കെ ആചാരപരമാണോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രം ആന എഴുന്നള്ളിപ്പ് അനുവദിക്കണമെന്നാണ് തന്ത്രി സമാജം പറയുന്നത്. അത് ആ ക്ഷേത്രത്തിലെ തന്ത്രിമാരോട് ചർച്ച ചെയ്തത് ശേഷം മാത്രമേ അത്തരത്തിൽ അനുവദിക്കാവൂ. കൂടാതെ തന്നെ ഈ ആന എഴുന്നള്ളിപ്പ് നടക്കുമ്പോൾ അത് കുറ്റമറ്റ രീതിയിലും അപകടരഹിതമായ രീതിയിലും നടപ്പിലാക്കാൻ ശ്രമിക്കണം. ഏകപക്ഷീയമായി ഒരു തീരുമാനം അത് കൈക്കൊള്ളരുതെന്നും നിർദ്ദേശം വച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടി പരിശോധിച്ച ശേഷമാണ് നിലവിൽ ദേവസ്വം ബോർഡ് ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. ഈ എഴുന്നള്ളിപ്പിന്റെ ദൈർഘ്യം കുറയ്ക്കണമെന്നടക്കമുള്ള തീരുമാനമാണ് ദേവസ്വം ബോർഡിനുള്ളത്. നിലവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും തന്ത്രി സമാജവും മാത്രമാണ് ചർച്ച നടത്തിയിട്ടുള്ളത്. ഇനി കേരളത്തിലെ മറ്റു ദേവസ്വങ്ങളുമായും ചർച്ച നടത്തും. അതിൽ നിന്ന് ഉരുത്തിരിയുന്ന നിർദ്ദേശം കൂടി സർക്കാരിന് സമർപ്പിക്കും. പിന്നീട് സർക്കാരായിരിക്കും ഈ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനം, ഒരു അന്തിമ ഉത്തരവ് ഇറക്കുക. ശരി, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്.